ഇന്നില്ലേ നമുക്ക് ദോശേൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സവോള അരിഞ്ഞതാണ്, അതിൻ്റെ കൂടെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി കൂടി ഇതുപോലെ വാട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. മുളക് പൊടിയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. പൊട്ടുകടലയും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ചൂടിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അരച്ചതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറി തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്കൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ദോശയുടെ റെസിപ്പി കൂടി പറയുന്നുണ്ട്. അവിലും റവയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഇതാ 1 കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് റവയും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതുണ്ട്. കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അരക്കുകയാണ് കേട്ടോ. ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊന്ന് മിക്സാക്കിയത് അതുപോലെ എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടിതാ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതാ ഓരോ തവി വീതം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഈവനിങ് സ്നാക്ക് കൂടി കാണിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം.
അപ്പോൾ അതാ 2 വശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം.